മനുജ, ഖത്തറിലെ ഇറാൻ ആക്രമണം, അതിന് പിന്നാലെ നമുക്കറിയാം യുഎസിന്റെ സൈനിക താവളങ്ങൾ അടക്കമാണ് അത് ആക്രമിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനു മുമ്പ് തന്നെ ഖമേനി അടക്കമുള്ളവരെ വധിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു, ഇറാനെ എരിച്ചു കളയുമെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ എല്ലാവരും നനച്ചിരുന്നത് ഇന്ന് സൂര്യോദയത്തിന് മുൻപ് തന്നെ ഒരു പക്ഷേ തിരിച്ചടി അമേരിക്ക കൊടുക്കുമെന്നാണ്. അതിനത്ര ശക്തവുമാണ് അവർ. അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടാനില്ല അങ്ങനെ ഒന്നും നടന്നാലും. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതായത് ഇതോടെയെങ്കിലും ഇറാന്റെ കലി തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്നുള്ള രീതിയിലൊരു പ്രഖ്യാപനം നടത്തുകയാണ്. അത് കേട്ട് ലോകം അമ്പരന്നിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ട്രംപ് എങ്ങനെ പറഞ്ഞത്, തിരിച്ചടി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരുന്നു. മാത്രമല്ല, ട്രംപിന്റെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിലെ നിലപാടുകൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉണ്ടായ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇമ്രാനുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചു, വെടിനിർത്തൽ കരാറുകൾ കൊണ്ടുവരുന്നു, ഇതിനെ മധ്യസ്ഥത വഹിക്കുന്നുള്ള രീതിയിൽ ട്രംപ് വീണ്ടും വരുന്നു, ലോകസമാധാനത്തിന്റെ വാഹകനാകുന്നു. പക്ഷേ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. ഇറാൻ തിരിച്ചടി വീണ്ടും തുടരുന്നുണ്ട്. ഇപ്പോഴും അവസാനം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നറിയപ്പെടുന്നു ഇസ്രായേലിൽ നിന്ന്. മാത്രമല്ല, ഇത്തരത്തിൽ ആരോപണങ്ങളെല്ലാം പടച്ചുവിടുകയും ഇപ്പോൾ ട്രംപിന്റെ ഒരു രീതി എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അതിശക്തനായ നേതാവാണ്, പക്ഷേ ഇത്തരത്തിലുള്ള വിവാദങ്ങളും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്ത് പറയാനാണ്, വാക്കിന് വിലയില്ലാത്ത ഒരാളായി മാറുകയാണോ ട്രംപ് എന്നുള്ളൊരു ചോദ്യം. പക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഒന്ന്, ട്രംപ് ഡെഫിനറ്റ്ലി കുറച്ച് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രേറ്റ്സ് നമുക്ക് തോന്നുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ എല്ലാത്തിനെയും ക്രെഡിറ്റ്സ് എടുക്കുക, താനാണ് വൺ ആൻഡ് ഓൺലി എന്താ പറയുക സുപ്രീം സൂപ്പർ പവർ എന്നുള്ളൊരു ഇതിൽ പുള്ളിക്ക് എപ്പോഴും അതിൻ്റെ ഒരു മാർക്കിങ് ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടു. വലിയൊരു പോസ്റ്റായിരുന്നു. പോസ്റ്റിൽ അദ്ദേഹം ഇടപെട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഇപ്പം അബ്രഹാം അക്കോർഡ്സിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പല വോറിലും പലയിടങ്ങളിലെ സംഘർഷങ്ങളിലുമൊക്കെ ഇദ്ദേഹമായി ഇടപെട്ട് നടത്തിയിട്ടുള്ള സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വിൻ ചെയ്യാൻ എനിക്കറിയാം, ക്രെഡിറ്റ് ഒന്നും വേണ്ട, പക്ഷേ ഇതൊക്കെ വിൻ ചെയ്യാൻ ഉള്ള അർഹതയുള്ള ആളാണ് ഞാൻ എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇസ്രായേലിൻ്റെ ഒരു കൃത്യമായ മറുപടി പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറയുകയും അപ്പം മനസ്സിലായി ഇതിൽ പിന്നെയും അപ്പർ ഹാൻഡ് പോവുകയാണ് എന്നൊരു തിരിച്ചറിവും യുഎസിനുണ്ടാവുന്നു. അങ്ങനെയാണ് ഒരു രാത്രിയിൽ മണിക്കൂറുകൾ മാത്രം എടുത്ത കൃത്യമായ ആസൂത്രണമായിരുന്നു. അതെടുത്തുകൊണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എത്ര കോടി രൂപയാണെന്നറിയാം ഓരോ യുദ്ധത്തിലും ചിലവാക്കുന്നത്. ട്രംപിന് അമേരിക്കയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ പരിഹരിക്കാനുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു ക്യാപ്ഷനിലാണ് അദ്ദേഹം നടക്കുന്നതിന്. അപ്പം അമേരിക്കയ്ക്ക് സ്റ്റേക്ക് ഇല്ലാത്ത ഏതൊരു കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ ടൈം കൺസ്യൂം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇപ്പം അദ്ദേഹം ഇനിയിപ്പോൾ ഇറാനെ ഇതിൻ്റെ പേരിൽ ആക്രമിക്കാൻ കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് യുദ്ധത്തിലേക്ക് ആവശ്യമായി വരും. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആഫ്റ്റർ ദ അറ്റാക്ക് കൃത്യമായി ട്രംപ് ഞങ്ങൾ ഇസ്രായേലിൻ്റെ അലയൻസ് ആണെന്നും ഇസ്രായേലിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നും ഇസ്രായേലിനെ അമേരിക്കയും കൊന്നുകളയുമെന്ന് പറയുന്ന ഇറാനിയൻ റെജീമിനുള്ള മറുപടിയാണെന്നൊക്കെ പറഞ്ഞാലും ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം 14 ബാലിസ്റ്റിക് മിസൈലുകളാണ് വന്നത്, 13 ഞങ്ങൾ വെടിവെച്ചിട്ടു, ഒരെണ്ണം പിന്നെ ലക്ഷ്യത്തിലേക്കൊന്നുമില്ല, അതിനെ പോയി പൊട്ടട്ടെ എന്ന് വിചാരിച്ചു. അത് അങ്ങനെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം സീസ് ഫയർ ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നടക്കുന്ന ഘട്ടത്തിലും ഞാനാണ് മധ്യസ്ഥനായതെന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബാക്ക് ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ നടന്നാലും ഒഫീഷ്യൽ റെക്കോർഡ്സിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയാണ് ഇന്ത്യയെ വിളിച്ചിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ക്രെഡിറ്റ്സ് എടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് സീസ് ഫയർ ആദ്യം ഇയാളാണല്ലോ പറഞ്ഞതെന്നൊരു ക്രെഡിറ്റ് അവിടെ എടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ഇറാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇറാനും ഇസ്രായേലും സീസ്ഫയറിലേക്ക് പോകാമെന്ന് ട്രംപ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അത് ഇറാൻ സമ്മതിക്കണം, ഇസ്രായേൽ അതിൽ പ്രതികരിക്കണം. അപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറഞ്ഞത് ഞങ്ങൾ അവസാനത്തെ രക്തത്തുള്ളി വീഴുന്നവരെ ഞങ്ങൾ ഇതിൽ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇസ്രായേലാണ് യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നില്ലാത്ത ഘട്ടത്തിൽ ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അവിടെയാണ് പറയുന്നത് ട്രംപിന്റെ ഒരു ക്രെഡിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. സുപ്രീം പവർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ലീഡർ എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇത്തരത്തിൽ കൂടി ഒരു നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി നമ്മൾ മറുവശത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത്
ഒരു കാര്യവുമില്ലാണ്ട് ഇങ്ങനെ പറയുന്നത് ഇറാന്റെ അടുത്ത് പറയുന്നതാണ് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു ആണവ ശക്തിയാണെന്നുള്ള പേടി കൊണ്ടാണോ അങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ട്രംപിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, അതായത് തന്റെ ബിസിനസിനെ ബാധിക്കുന്ന വിഷയമാകോ അല്ലെങ്കിൽ ആണവായുധം കൊണ്ട് ഇനി US പേടിപ്പിക്കുമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം. ഒന്നാമത്തെ കാര്യം നോക്കൂ, ഇവിടെ അതിർത്തി പങ്കിടുന്നേ ഇല്ല. ഈവൻ ഇസ്രായേലും ഇറാനും പോലും അതിർത്തി പങ്കിടുന്നില്ല. US ഒരു അറ്റാക്ക് ചെയ്യണമെന്നൊന്നും ഇറാൻ അതിനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നല്ല. നിലവിൽ അമേരിക്കയ്ക്ക് ഒരു സ്റ്റേക്കില്ല. ഇതിൽ കോടിക്കണക്കിന് $ആണ് ഓരോ ദിവസവും വീഴുന്നത്. 750 മില്യൺ ആണ് ഒരു ദിവസത്തെ മാത്രം ഇസ്രായേലിൻ്റെ ചെലവ്. അമേരിക്കയുടെ വന്നു പോകുന്ന ബോംബ് കാര്യങ്ങൾക്കും അതിനുമൊക്കെ കോടിക്കണക്കിന് $. ഉണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് സ്റ്റേക്ക് ഇല്ലാത്തൊരു വിഷയത്തിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയാലും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ, പിന്നെ മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പീസ് അടിയന്തരമാണ്. ഒന്ന്, അമേരിക്കയ്ക്ക് ഈ പറയുന്ന എല്ലാ GCC കൺട്രീസിലും അവരുടെ മിലിറ്ററി ബേസുകളുണ്ട്. ആ മിലിറ്ററി ബേസുകൾ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞത് ബഹ്റൈനിലും ഒക്കെ ഞങ്ങൾക്ക് ആളില്ലാത്ത മിലിറ്ററി ബേസുകൾ അങ്ങനെയൊന്നുമല്ല. 40,000-40,000 US മിലിറ്ററി ജീവനക്കാരാണ് ഇവിടെ എല്ലായിടങ്ങളിലുമായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് അമേരിക്കയ്ക്ക്. ഇതൊക്കെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ബാധിക്കും എന്നുള്ളതൊരു പ്രധാന പ്രശ്നം കൂടിയാണ്. അപ്പോൾ അതിനെയൊക്കെ പരിഗണിച്ചായിരിക്കും. എന്നാൽ ഇത് റോൾ എടുക്കുകയും വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് അമേരിക്കയ്ക്ക് ലോസ് ആവും എന്നൊരു ഇത് വെച്ചുകൊണ്ടായിരിക്കണം. ട്രംപ് ആയതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ ഇതുപോലെ ഒരു പീസ് പറയുന്ന ശേഷമാണ് പിന്നീട് ഒരു ആക്രമണം ഇറാനിൽ അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ ഒരു പതുങ്ങലായിട്ട്, അതായത് മറ്റേ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയും പോലെ ട്രംപിന്റെ ഒരു പതുങ്ങലാണെങ്കിലോ, കാരണം പൂർണ്ണമായിട്ടും സജ്ജമായിരിക്കും. ഇപ്പോൾ തിരിച്ചടി ഇപ്പോൾ എന്തായാലും ഇറാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ഇപ്പോഴത്തെ യുദ്ധരീതി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ഇന്ത്യയെ ആയാലും അതുപോലെ തന്നെ ഇസ്രായേലിനെ ആയാലും ശത്രുപക്ഷത്തു നിന്ന് ആക്രമിച്ചപ്പോൾ അവർ ഉടനടി ആക്രമണം നടത്തിയില്ലായിരുന്നു. കുറച്ചുകൂടെ കരുതി പ്രിക്കോഷൻസ് എടുത്ത് അവരൊന്ന് റെസ്റ്റിലേക്ക് നീങ്ങുന്ന സമയത്താണ് തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം, വാക്കുകൊണ്ട് പറയുന്ന വലിയ വില കൽപ്പിക്കാത്ത ആളാണ് ട്രംപ് എന്ന് പറയുന്നത്. അതായത് അമേരിക്ക അങ്ങ് ടോപ്പ് എത്തിക്കാൻ വേണ്ടി ഏത് രീതിയിലും അദ്ദേഹം കളിക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് മാറുമോ എന്നും നമ്മൾ കുറച്ച് പേര് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സംയമനം പാലിക്കുന്നത് നിലച്ചിരിക്കാത്ത നേരത്ത് ഇറാന് മേൽ ഒരു ആക്രമണത്തിന് ഇറങ്ങിത്തിരിച്ച് നേരത്തെ പറഞ്ഞ അതിൽ തന്നെ ഒരുപക്ഷെ ആണവായുധങ്ങൾ അടക്കം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടോട്ടൽ ഒരു എന്ത് പറയാനാണ് ഒരു മൊത്തത്തിലൊന്ന് തകർത്തെറിയുക എന്നുള്ള രീതി ആയിരിക്കുമോ ട്രംപ് എടുക്കുന്നതെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അങ്ങനെ ചിന്തിച്ചാലും, അല്ലേ? ഒരു ജിയോ പൊളിറ്റിക്സിൽ നമുക്കൊരു പ്രഡിക്ഷൻസും നടത്താൻ പറ്റത്തില്ല. ഇതിലിപ്പോൾ നടത്താൻ പറ്റുന്ന ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കും, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഉത്തര കൊറിയ വരുമോ, അല്ലെങ്കിൽ റഷ്യ ഒരു യുദ്ധത്തിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് അപ്പോൾ GCC കൺട്രീസിന്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതല്ലാതെ അമേരിക്ക ഇതിനകത്ത് എങ്ങനെ പ്രതികരിക്കും, ഇസ്രായേൽ സീസ്ഫയർ ഇതൊന്നും പറയാൻ പറ്റില്ല. കാര്യം തലേ ദിവസം വരെ ഇസ്രായേൽ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുന്ന ഇസ്രായേൽ പെട്ടെന്നാണ് ഞങ്ങളാണ് ഏറ്റവും വലിയ അലയൻസ്, ലോകത്തിലെ മറ്റൊരു രാജ്യങ്ങൾക്കും തരാൻ പറ്റാത്ത സപ്പോർട്ടാണ് അമേരിക്ക ഞങ്ങൾക്ക് തന്നത്, ആദ്യം സ്ട്രെങ്ത് അതിനുശേഷം പീസ് എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ളൊരു കമ്പാനിയനാണ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലും അമേരിക്ക. അപ്പം ഇസ്രായേലിനൊരു പ്രതിസന്ധിയായി ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൽ സീസ്ഫയർ ഉണ്ടാവുക, ഞാനാണിത് ആദ്യം പറഞ്ഞതെന്നൊരു ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായി ഇറാനെ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.